ദൈവപിതാവിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ ഏറ്റുവാങ്ങി ഹൃദയത്തിലവയെ നിധിയായി കാത്തു സൂക്ഷിച്ചവർ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ മിശിഹായിൽ ലയിച്ചു ചേർന്ന് ആധ്യാത്മിക ആചാര്യനായിരുന്നു ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ. മേരി മക്കളുടെ സ്ഥാപകനായ വന്യതാതൻ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷി നൽകിയ കാര്യങ്ങൾ ഗുരുമൊഴികളിലായി നമുക്ക് നൽകിയപ്പോൾ അതിൽ ആ ജീവിതത്തിൻ്റെ തെളിമ നമുക്ക് കാണാനാകും. അധികാരസ്ഥാനങ്ങളിൽ നിന്നും അംഗീകാരം, സഹോദരങ്ങളിൽ നിന്ന് അഭിനന്ദനം, ഇവ കുറഞ്ഞ ചിലവിൽ പങ്കുവയ്ക്കുവാനുള്ള മാധ്യമമാണ് സ്നേഹപൂർവമായൊരു നോട്ടം, പുഞ്ചിരി, കരുണാർദ്രമായ ഒരു വാക്ക്. വന്യതാതൻ്റെ ഈ വാക്കുകൾക്ക് ഇന്നേറെ പ്രസക്തിയുള്ള ഒരു കാലത്തിലാണ് നാം ജീവിക്കുക. മുതൽ മുടക്കില്ലാതെ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഉള്ളത് പങ്കുവയ്ക്കുവാൻ ആവശ്യമായ എളിമ, അവരനെ സ്വന്തമായി കാണാനുള്ള ഹൃദയവിശാലത, യേശുവിൻ്റെ കരുണയുടെ മുഖമായി മാറാനുള്ള ദൈവിക കൃപ, ഇവയെല്ലാം സ്വന്തമാക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരു നോട്ടം കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കിയ യേശുവിൻ്റെ മാതൃക ഒരു മിഷണറി അനുകരിക്കണം. ഉള്ളു നിറയെ സ്നേഹത്തിൻ്റെ ആർദ്രതയുടെ ഭാവമുള്ള നോട്ടത്തിന് ഹൃദയങ്ങളെ കീഴടക്കാനാകും. ഒരു പുഞ്ചിരി അകലങ്ങൾ കുറയ്ക്കുന്നു. അവരനെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രകടനമാണിത്. അപരിചിതത്വങ്ങൾ ഇവിടെ ഇല്ലാതാകുന്നു. ഹൃദയവിശാലതയുള്ളവർക്കാണല്ലോ പുഞ്ചിരിക്കാനാവുക. ഇത് അവരൻ്റെ വേദനയെ കുറയ്ക്കുന്ന ഒരു ഔഷധമാണ്. മാംസളമായൊരു ഹൃദയം കരുണയുടെ ഉറവിടമാണ്. ദൈവം ഉള്ളിൽ വസിക്കുന്നവൻ്റെ വാക്കുകൾ തേനറ പോലെയാണ്. അത് സൗഖ്യം നൽകുന്നതാണ്. നമ്മുടെ സ്ഥാപക പിതാവ് തനിക്കെന്ത് ലഭിക്കുന്നുവെന്ന് ചിന്തിക്കാതെ എന്ത് നൽകാനാകുമെന്ന് ചിന്തിച്ച ദൈവിക മനുഷ്യനാണ്. നൽകേണ്ടത് നൽകിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ വന്യതാതൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അവരനെ അവരനായി കാണാതെ പകരം സ്വന്തമായി കരുതുവാൻ നമുക്കാകട്ടെ. ഇതിന് വല്യച്ഛൻ്റെ മാധ്യസ്ഥം നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.